കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് എല്ലാ മലയാളികളും ശരീരരക്ഷ ചെയ്യാനാണ് ശ്രദ്ധിക്കാറ്. പണ്ട് മുതലേ എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ്, പൂർവികന്മാർ തന്നെ ചെയ്യണത്. മരുന്ന് കഞ്ഞി, ഉലുവാക്കഞ്ഞി, അതുപോലെ കർക്കിടക മരുന്നൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉലുവാക്കഞ്ഞിക്ക് പകരം നമ്മളൊരു ഉലുവ ഉണ്ട, കഞ്ഞി പോലെ പെട്ടെന്ന് നാശമാവുന്നില്ല, ഒരു മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഉലുവ ഉണ്ട തയ്യാറാക്കാൻ 1 കപ്പ് ഉലുവ, 1 കപ്പ് ഉണക്കല്ലരി, അത് കഴുകി വൃത്തിയാക്കി, പിന്നെ 1 കപ്പ് നാളികേരം ചെരുവിയത്, പിന്നെ അവിൽ 1/2 കപ്പ്, നല്ല ജീരകം അതായത് ചെറുജീരകം 1 ടേബിൾ സ്പൂൺ, ഏലക്കായ ഒരു 7-8 എണ്ണം, 1/2 കപ്പ് ശർക്കര പൊടിച്ചത്. ആദ്യം ചീഞ്ചട്ടിന് എടുത്തുള്ളത് അത് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചൂടാക്കാം. ആദ്യം ഉണക്കല്ലരി ചൂടാക്കാം. തീരെ ജലാംശം പാടില്ല. നമ്മൾ ഈ ഉലുവ ഉണ്ട സൂക്ഷിച്ചെടുത്ത് വയ്ക്കേണ്ടതാണല്ലോ. അപ്പോൾ എല്ലാ വെള്ളം വറ്റിയതിന് ശേഷം വേണം നമ്മൾ ചേർക്കാനായിട്ട്. 1 കപ്പ് ഉണക്കല്ലരി, നവരരി വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ഇളക്കി നിന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈ ആവും. അതിന് ശേഷം നമുക്ക് ഉലുവ ചേർക്കാം. 1 കഷ്ണം ചുക്ക് നമുക്കൊന്ന് കുത്തിച്ചരച്ച് കൊണ്ടുവരാം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിൻ്റെ കണ്ട അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചുക്ക് ചേർക്കാം. ഒന്ന് കുത്തിച്ചരച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മളിതാ ഉലുവ ചേർക്കാം. ഇളക്കി നിൽക്കണം എപ്പോഴും, അല്ലെങ്കിൽ അടിവശം മാത്രം ചൂടാവും, മുകളിൽ നമുക്ക് പൊടിക്കുമ്പോൾ പൊടിയില്ല. അതിലേക്ക് നമ്മൾ ജീരകം, അതുപോലെ ഏലക്കായ, എന്ത് ചേർത്താലും നമ്മളൊപ്പം അങ്ങനെ ഇളക്കി നിൽക്കണം. മരുന്ന് കഴിഞ്ഞ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് കഴിച്ചാൽ മതി. ഓരോ ദിവസമായിട്ട് കാലത്തൊന്ന് വൈകുന്നേരം ഒന്ന് അങ്ങനെ ഒരേ ഉലുവ ഉണ്ട കഴിച്ചാൽ മതി. നമുക്ക് അതിൻ്റെ സെയിം എഫക്റ്റ് കിട്ടും. എല്ലാതും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടണ ശബ്ദം കേൾക്കാം കണ്ട. അതിന് ശേഷം നമുക്ക് ഉലുവയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് അവിൽ ചേർക്കുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാവണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് പാകമാവും. ഒരു ആവൂല് എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒടിയണം. അതെ, ഒടിഞ്ഞു തുടങ്ങിയിട്ട് ഇനി നമുക്കത് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റാം. അപ്പോൾ ഒന്ന് ഇളക്കി നിൽക്കണം. ഇരുമ്പ് ചട്ടിയിൽ വേണത് ചെയ്യാനായിട്ട്. ഏറ്റവും നന്നാവും ഇരുമ്പ് ചട്ടി ചെയ്താലാണ്. ഇനി ഞാൻ അതിലേക്ക് മാറ്റി ചൂടാറിയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ആ നേരത്ത് നമുക്ക് ഈ നാളികേരം ഒന്ന് വെള്ളമൊന്നും ഇല്ല വറ്റിച്ചിട്ടെടുക്കാം. വെള്ളം വറ്റിക്കാനാണ്, കുറച്ച് ദിവസം ഇരിക്കണ കാരണം. അപ്പോൾ കുറച്ച് കാലം ഇരുന്നോളും. ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിയാൽ മതി. ഞാൻ ഒന്ന് വെച്ച് ആ ചീഞ്ചട്ടിയുടെ ചൂട് തന്നെ മതി, അധികം വേണ്ട. അപ്പം ഒന്ന് ഓഫ് ചെയ്തു അങ്ങനെയായിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാതും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് പൊടിയേണ്ട കാര്യം, ജസ്റ്റ് ഒരു കടിക്കാനുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരവും ശർക്കരയും കൂടി ചേർത്ത്, ശർക്കര നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അധികം ചേർക്കാം. അത് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും അതുപോലെ നമ്മുടെ നാളികേരം ചെരുവിതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒതുക്കി കൊണ്ടുവരാം മിക്സിയുടെ ജാറിൽ. അപ്പോഴാണ് നമുക്ക് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവരാം. ഇതുപോലെ കറക്കി കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ട പിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ നല്ലോണം മിക്സിയിൽ ഒരു ജാറിലിട്ടിട്ട് കറക്കി കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ കറക്കിനോട് കൂടിയിട്ട് 1/4 കപ്പ് വെല്ലം കൂടി ചേർത്തു. അല്ലെങ്കിൽ അതിലേക്ക് തീരെ മധുരം തോന്നിക്കണില്ല. ഇപ്പം മധുരം നിന്നുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് വെല്ലം ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി പിടിക്കാം. അപ്പം നമ്മുടെ ഉലുവ ഉണ്ട റെഡിയാവും. നല്ല ഹെൽത്തി ഉണ്ടിനത്. അപ്പം നമ്മുടെ ഉലുവ ഉണ്ട റെഡിയായി. അപ്പോൾ നമുക്ക് ചെറിയൊരു കയ്പുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ശർക്കര കൂടുതൽ ചേർക്കാം, അതുപോലെ അവിൽ കൂടുതൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇത് കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉലുവക്കഞ്ഞി കഴിക്കുന്നതിൻ്റെ സെയിം എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഉലുവ ഉണ്ട എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി
ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.